ഇന്ത്യ വിഭജനം 1947 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യ ബ്രിട്ടീഷ് അധിനിവേശത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയത്. അതിൻ്റെ ഭാഗമായാണ് ഇന്ത്യ വിഭജനം നടന്നതും. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള മതത്തിൻ്റെ പേരിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും തന്നെയായിരുന്നു വിഭജനത്തിൻ്റെ പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിഭജനം ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു. ഇതിലൂടെ ഇന്ത്യ, പാകിസ്ഥാൻ എന്ന രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ രൂപം കൊണ്ടു. ഭാരതത്തിൻ്റെ വിഭജനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിർണായകമായ പങ്ക് വഹിച്ചു. 1940-കളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയ നേതാക്കൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മുൻനിരയിൽ നിന്നു. വിഭജനത്തിന്റെ മുന്നോടിയായി മുസ്ലിം ലീഗ് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായി പാകിസ്ഥാൻ എന്ന രാഷ്ട്രം സ്ഥാപിക്കണമെന്ന ആവശ്യമുന്നയിച്ചു. 1946-ലെ തിരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ലീഗിന്റെ വിജയവും രാജ്യത്തെ രണ്ട് പ്രധാന സമൂഹങ്ങൾ തമ്മിൽ തീവ്രമായ ഭിന്നതകൾക്ക് കാരണമായി. ഇതോടെ ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയുടെ വിഭജനത്തിന് പിന്തുണ നൽകി. ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്ന മൗണ്ട് ബാറ്റൻ അവതരിപ്പിച്ച മൗണ്ട് ബാറ്റൻ പ്ലാൻ പ്രകാരമാണ് 1947-ൽ ഇന്ത്യയും പാകിസ്ഥാനും എന്നിങ്ങനെ രണ്ട് രാജ്യങ്ങളായി വിഭജിച്ചത്. വിഭജനത്തിൽ INCയുടെ എതിർപ്പ് വിജയിച്ചില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിലും പാകിസ്ഥാനിലും കലാപങ്ങൾക്കും പീഡനങ്ങൾക്കും അനേകായിരം ആളുകളുടെ ജീവഹാനിക്കും കാരണമായി. ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയുടെ ഭാവി തീരുമാനിക്കാനായി 1946-ൽ ക്യാബിനറ്റ് മിഷൻ എന്ന ഉന്നത ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. ഇന്ത്യയിലെ ഭരണാധികാരികളുമായി സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കരാറുകൾ ചർച്ച ചെയ്യാനും രാജ്യം വിഭജിക്കാതെ സ്വതന്ത്രമായ ഭരണഘടന രൂപീകരിക്കാനും ദൗത്യസംഘം ശ്രമിച്ചു. എന്നാൽ ഈ പദ്ധതി കോൺഗ്രസും മുസ്ലിം ലീഗും അംഗീകരിക്കാത്തതിന്റെ ഫലമായാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി നിലവിൽ വന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന വൈസ്രോയി ആയിരുന്ന ലോർഡ് മൗണ്ട് ബാറ്റനാണ് 1947 ജൂൺ 3-ന് മൗണ്ട് ബാറ്റൻ പദ്ധതി ആവിഷ്കരിച്ചത്. ഇതായിരുന്നു ഇന്ത്യയുടെ വിഭജനത്തിനും സ്വാതന്ത്ര്യത്തിനും വഴിവെച്ച പദ്ധതി. ഇതിലൂടെ ഭാരതത്തെ ഹിന്ദു ഭൂരിപക്ഷമായ ഇന്ത്യയെന്നും മുസ്ലിം ഭൂരിപക്ഷമായ പാകിസ്ഥാൻ എന്നും രണ്ടായി തിരിക്കപ്പെട്ടു. മുസ്ലിം ലീഗ് പ്രധാനമായും ലാഹോർ പ്രമേയം വഴിയാണ് മുസ്ലിം സമൂഹത്തിനായി പ്രത്യേക ഒരു രാഷ്ട്രമെന്ന ആവശ്യം ഉന്നയിച്ചത്. 1940 മാർച്ച് 23-ന് മുസ്ലിം ലീഗിന്റെ ലാഹോർ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു നിർണായക പ്രമേയമായിരുന്നു ലാഹോർ പ്രമേയം. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കായുള്ള ഒരു പ്രത്യേക രാഷ്ട്രത്തിന്റെ ആവശ്യം ആദ്യമായി ഔദ്യോഗികമായി മുന്നോട്ട് വെച്ച പ്രമേയമായിരുന്നു ഇത്. 1930-കളുടെ അവസാനത്തിലും 1940-കളുടെ ആദ്യത്തിലും മുസ്ലിം ലീഗ് നേതാക്കൾ, പ്രത്യേകിച്ച് മുഹമ്മദ് അലി ജിന്ന, ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന ആഗ്രഹം ശക്തമായി മുന്നോട്ട് വച്ചു. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചാൽ മുസ്ലിങ്ങൾക്ക് വ്യക്തമായ ഭരണ സംരക്ഷണാവകാശങ്ങൾ ആവശ്യമാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അങ്ങനെ പഞ്ചാബ്, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഹിന്ദു മുസ്ലിം ഭൂരിപക്ഷമനുസരിച്ച് വിഭജിക്കപ്പെടുകയും മറ്റു നാട്ടുരാജ്യങ്ങൾ അവരുടെ താൽപ്പര്യമനുസരിച്ച് ഇന്ത്യക്കൊപ്പമോ പാകിസ്ഥാനൊപ്പമോ ചേരാനുള്ള സ്വാതന്ത്ര്യവും അനുവദിച്ചു. ഒപ്പം ചില ചെറിയ സംസ്ഥാനങ്ങൾക്ക് സ്വയം ഭരണത്തിനുള്ള അനുവാദവും നൽകി. 1947 ഓഗസ്റ്റ് 14-ന് പാകിസ്ഥാനും ഓഗസ്റ്റ് 15-ന് ഇന്ത്യയും സ്വതന്ത്ര രാഷ്ട്രങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇന്ത്യയിലെ പ്രദേശങ്ങളിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളുള്ളത് ഇന്ത്യയായും ഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ളത് പാകിസ്ഥാനായും വിഭജിക്കപ്പെട്ടു. മുഹമ്മദ് അലി ജിന്നയുടെയും മറ്റു നേതാക്കന്മാരുടെയും പ്രത്യേക മുസ്ലിം രാഷ്ട്രമെന്ന ആവശ്യത്തിനും തർക്കത്തിനും മുന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എതിർപ്പ് വിഫലമാകുകയും വിഭജനത്തിന് അനുകൂലിക്കാൻ നിർബന്ധിതരാകുകയും ചെയ്തു. അങ്ങനെ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് പാകിസ്ഥാനും ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയെയും ഭരിക്കാൻ തയ്യാറായി. എന്നാൽ ഇന്ത്യ വിഭജനത്തിന് വ്യാപകമായ പാർശ്വഫലങ്ങളും ഉണ്ടായിരുന്നു. അനേകം ജനങ്ങളുടെ വാസസ്ഥല മാറ്റം, സാംസ്കാരിക വിഭജനം, മതമധ്യസ്ഥ പോരാട്ടങ്ങൾ എന്നിവയ്ക്ക് കാരണമായി. അനേകം പേർ പരസ്പരം രാജ്യങ്ങൾ വിടാൻ നിർബന്ധിതരായി. മതപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമായിട്ടുണ്ടായ കലാപങ്ങൾ, പെൺവാണിഭം, കൂട്ടബലാത്സംഗം തുടങ്ങിയവ പ്രകോപനത്തിന്റെ പരമാവധി ഉയരത്തിലെത്തിയിരുന്നു. നിരവധി പേർക്ക് വീടുകളും സ്വത്തുക്കളും നഷ്ടപ്പെട്ടു. ഈ വിഭജനത്തിന്റെ ആഘാതം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രാഷ്ട്രീയ, സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്നും പ്രതിഫലിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ വിഭജനം ചരിത്രത്തിലെ ഏറ്റവും ദുരന്തകരമായ സംഭവങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും.